ക്ലാസിക്കൽ മോഡൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട്. ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളുടെ വ്യൂവിൽ എക്കോണമിയിൽ എങ്ങനെയാണ് എംപ്ലോയ്മെൻറ്റും ഔട്ട്പുട്ടും ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് വരുന്നത് ദ തിയറി ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഡെവലപ്ഡ് ബൈ എക്കണോമിസ്റ്റ് ലൈക്ക് ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ, മില്ലർ, പിഗു, മാർഷൽ എക്സെട്ര. ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ, മില്ലർ, പിഗു, മാർഷൽ എന്നീ എക്കണോമിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയറിയാണ് തിയറി ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. Classical economists disagreed with the mercantilist view. ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളുടെ ഉത്ഭവം എന്ന് പറയുന്നത് തന്നെ മെർച്ചൻറ്റലിസ്റ്റ് വ്യൂവിനെ എതിർത്തുകൊണ്ടാണ്. അപ്പോൾ എന്താണ് മെർച്ചൻറ്റലിസ്റ്റ് വ്യൂ? ഒരു നാഷനെ വിലയിരുത്തേണ്ടത് എത്രത്തോളം ഗോൾഡ് കൈവശം വെക്കാൻ കഴിയും, പ്രീഷ്യസ് ആയത് എത്രത്തോളം കയ്യിൽ വെക്കാൻ കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്കണോമിക് സ്റ്റാറ്റസ് കണക്കാക്കുന്നത് എന്നായിരുന്നു മെർച്ചൻറ്റലിസ്റ്റ് വ്യൂ പറയുന്നത്. എന്നാൽ ക്ലാസിക്കൽ വ്യൂ പറയുന്നത് ഇത് തെറ്റാണെന്നും എക്കണോമിക് സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്നത് തന്നെ ഒരു നാഷനിലെ പ്രൊഡക്ഷനെയും ഔട്ട്പുട്ടിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് എന്നാണ് ക്ലാസിക്കൽ വ്യൂ പറയുന്നത്. മെർച്ചൻറ്റലിസ്റ്റ് വ്യൂ പറയുന്നത് എത്രത്തോളം ഗോൾഡ് കൈവശം വെക്കാൻ കഴിയും, പ്രീഷ്യസ് ആയിട്ട് എത്രത്തോളം കയ്യിൽ വെക്കാൻ കഴിയും എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എക്കണോമിക് സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നാണ്. എന്നാൽ ക്ലാസിക്കൽ വ്യൂ പറയുന്നത് ഈ വ്യൂ തെറ്റാണെന്നും എക്കണോമിക് സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്നത് തന്നെ പ്രൊഡക്ഷനെയും ഔട്ട്പുട്ടിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് എന്നാണ് ക്ലാസിക്കൽ വ്യൂ പറയുന്നത്. ഓക്കെ, ഈ ക്ലാസിക്കൽ എക്കണോമിക്സുകളുടെ മെയിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് തന്നെ എംപ്ലോയ്മെൻറ്റും ഔട്ട്പുട്ടുമാണ്. ഒരു കൺട്രിയുടെ ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ഈ മോഡൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ദെൻ two features of the classical analysis arose as part of the attack on the mercantilism. Classical economists stressed the role of real as opposed to monetary factors in determining output and employment. Money had a role in the economy only as a means of exchange. These two features of the classical analysis arose as part of the attack on the mercantilism. Okay. ഈ എംപ്ലോയ്മെൻറ്റും ഔട്ട്പുട്ടും ഡിറ്റർമിൻ ചെയ്യുന്നതിന് മോണിറ്ററി ഫാക്ടേഴ്സിന് വ്യത്യസ്തമായിട്ടാണെന്ന് പറയുന്നുണ്ട്. മണി എന്ന് പറയുന്നത് തന്നെ, പണം എന്ന് പറയുന്നത് തന്നെ എക്കോണമിയിൽ അതിന് റോളുണ്ടെന്നും പണം എന്ന് പറയുന്നത് തന്നെ ഓൺലി ആസ് എ മീൻസ് ഓഫ് എക്സ്ചേഞ്ച് എന്നാണ് പറയുന്നത്. ക്ലാസിക്കൽ എക്കണോമിക്സ് സ്ട്രെസ്ഡ് ദി സെൽഫ് അഡ്ജസ്റ്റിംഗ് ടെൻഡൻസീസ് ഓഫ് ദി എക്കോണമി. ഓക്കെ, ദെൻ ദി ക്ലാസിക്കൽ പോസ്റ്റുലേറ്റ്സ്. The classical economists had in their approach to macroeconomic issues assumed certain macro aspects of the economy to be given. They provided deductive logic but little empirical support to their views on macroeconomic issues. Their views are called by Keynes as postulates of the classical economics. മാക്രോ എക്കണോമിക് ഇഷ്യൂവിനോടുള്ള സമീപനത്തിൽ സമ്പദ് വ്യവസ്ഥയുടെ ചില സ്ഥൂല വശങ്ങൾ അസ്യൂം ചെയ്യണം എന്നാണ് ക്ലാസിക്കൽ എക്കണോമിക്സ് പറയുന്നത്. ഇതാണ് ക്ലാസിക്കൽ പോസ്റ്റുലേറ്റ്. ദി മെയിൻ ക്ലാസിക്കൽ എക്കണോമിക്സ് ആർ ഡിസ്ക്രൈബ്ഡ് ബിലോ. ഫസ്റ്റ്, there is always full employment. The classical economists postulated that all employable resources, labor and capital of a country are always fully employed in the long run. In the classical view, full employment does not mean that all the resources are fully employed. There might be frictional and voluntary unemployment in the state of full employment. ഇതിൽ പറയുന്നത് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഇതുകൊണ്ട് അർത്ഥമാക്കുന്ന എല്ലാ റിസോഴ്സിലും ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്നല്ല മീൻ ചെയ്യുന്നത്. ഫുൾ എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റിൽ ഫ്രിക്ഷനിലും വോളണ്ടറിയുമായിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകാം എന്നാണ് മീൻ ചെയ്യുന്നത്. ദി എക്കോണമി ഈസ് ഓൾവേസ് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. ദി ക്ലാസിക്കൽ എക്കണോമിക്സ് പോസ്റ്റുലേറ്റഡ് ദാറ്റ് ആൻ എക്കോണമി ഈസ് ഓൾവേസ് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. They believed that full employment of resources generate income on the one hand and one goods and services on the other. ഇതിൽ പറയുന്നത് എക്കോണമി ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. ദി ക്ലാസിക്കൽ പോസ്റ്റുലേറ്റ് ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇക്വിലിബ്രിയം ഓഫ് ദി എക്കോണമി ആർ ദി ബേസ്ഡ് ഓൺ ദി അസംഷൻ ദാറ്റ് ദി എക്കോണമി വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ലേസേഴ്സ് ഫെയർ. ദി ലേസേഴ്സ് ഫെയർ സിസ്റ്റം ആസ് ദി ഫോളോയിങ് ഫീച്ചേഴ്സ്. ക്ലാസിക്കൽ പോസ്റ്റുലേറ്റിൻ്റെ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ബേസ് ചെയ്തിട്ടുള്ളത് തന്നെ അസംഷൻ ദാറ്റ് ദി എക്കോണമി വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ലേസർ ഫെയറിൻ്റെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ്, ലേസർ ഫെയറിൻ്റെ ഫീച്ചേഴ്സാണ് ദർ ഈസ് നോ ഗവൺമെൻറ് കൺട്രോൾ ഓർ റെഗുലേഷൻ ഓഫ് പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ഇഫ് എനി ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു എൻഷുർ ഫ്രീ കോമ്പറ്റീഷൻ.
ഗവൺമെൻറ് കൺട്രോളോ പ്രൈവറ്റ് എൻ്റർപ്രൈസസിൻ്റെ റെഗുലേഷനോ അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. സെക്കൻഡ്, there are no monopolies and restrictive trade practices. സെക്കൻഡ് പറയുന്നത് there is no monopolies and restrictive trade practices. Third, there is complete freedom of choice for both the consumers and the producers. കൺസ്യൂമേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും ഒരുപോലെയുള്ള ഫ്രീഡം ഉണ്ട് എന്നാണ് പറയുന്നത്. ചോയ്സ് ഫോർ ബോത്ത് ദ കൺസ്യൂമേഴ്സ് ആൻഡ് ദി പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, ദെൻ മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഫുള്ളി ഫ്രീ ടു ടേക്ക് ദെയർ ഓൺ കോഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ദി ഡിമാൻഡ് ആൻഡ് സപ്ലൈ കണ്ടീഷൻസ്. ഓക്കെ, ഇനി ഈ ക്ലാസിക്കൽ പോസ്റ്റുലേറ്റ്സിൽ വരുന്ന തേർഡ് പോയിൻ്റാണ് മണി ഡസ് നോട്ട് മാറ്റർ. The classical economists treated money only as a medium of exchange. In their opinion, the role of money is only to facilitate the transactions. The level of output and employment are determined by the availability of real resources, that is labor and capital. Classical economists മണീനെ ട്രീറ്റ് ചെയ്യുന്നത്, ഈ പണത്തിനെ ട്രീറ്റ് ചെയ്യുന്നത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ടാണ്. ഇൻ ദെയർ ഒപ്പീനിയൻ, അവരുടെ അഭിപ്രായത്തിൽ the role of money is only facilitate the transactions. Okay, ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും ഡിറ്റർമിൻ ചെയ്യുന്നത് തന്നെ റിയൽ റിസോഴ്സിൻ്റെ അവൈലബിലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ദെൻ Say's law, the foundation of classical macroeconomics. Say's law states that supply creates its own demand. The logic behind this law is that supply of goods itself generates sufficient income to generate demand equal to the supply of good. ഈ Say's law ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ് സപ്ലൈ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. എന്താണ് Say's law? സപ്ലൈ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. ഓക്കെ, then the law that supply creates its own demand is generally distributed to French economist Jean-Baptiste say 67 to 8032, though some scholars trace the origin of law to the writing of James Mill. ഈ സപ്ലൈ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ജീൻ ബാപ്റ്റിസ്റ്റ് ആണ്. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് തന്നെ ലോ ടു ദി റേറ്റിംഗ്സ് ഓഫ് ദി ജെയിംസ് മില്ലാണ്. ഓക്കെ, then two major conclusions of Say's law. First, no general overproduction or underproduction. Second, no unemployment under classical system. ഇത് രണ്ടെണ്ണമാണ് ഇതിൽ വരുന്നത്. Then classical economists did not rule out the existence of voluntary and frictional unemployment in the state of full employment. നമ്മൾ പറഞ്ഞു ഫുൾ എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റിൽ ഫ്രിക്ഷൻ വോളണ്ടറി ആയിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകാം എന്ന് പറഞ്ഞു. നമ്മൾ വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എറേസസ് വെൻ, എപ്പോഴാണ് വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്ന നോക്കാം. പൊട്ടൻഷ്യൽ വർക്കേഴ്സ് ആർ അൺവില്ലിങ് ടു വർക്ക് അറ്റ് ദി പ്രീവില്ലിംഗ് വേജ് റേറ്റ്. പൊട്ടൻഷ്യൽ വർക്കേഴ്സ് പ്രീവില്ലിംഗ് വേജ് റേറ്റിന് വർക്ക് ചെയ്യാൻ തയ്യാറാവില്ല, അവർ അൺവില്ലിങ് ആയിരിക്കും, വർക്ക് ചെയ്യാൻ തയ്യാറാകില്ല എന്നാണ് പറയുന്നത്. സെക്കൻഡ്, വർക്കേഴ്സ് ഗോ ഓൺ സ്ട്രൈക്ക് ഫോർ ഹയർ വേജ്. വർക്കേഴ്സ് ഹയർ വേജിന് വേണ്ടിയിട്ട് അവർ സ്ട്രൈക്കിലേക്കൊക്കെ പോകും. ദെൻ റിച്ച് പേഴ്സൺസ് ആർ അൺവില്ലിങ് ടു വർക്ക്, ദാറ്റ് ഈസ് ഇഡിൽ റിച്ച്. റിച്ച് പേഴ്സൺസും അൺവില്ലിങ് ആയിരിക്കും, അവർ വർക്ക് ചെയ്യാൻ അവരും തയ്യാറാവില്ല എന്നാണ് പറയുന്നത്. ദെൻ സം പേഴ്സൺസ് പ്രിഫർ ലേസേഴ്സ് ഓർ ഡിഡിൽനെസ് ടു ബെറ്റർ ലൈഫ്, ദാറ്റ് ഈസ് ദ കേസ് ഓഫ് വെരി പുവർ. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ദെൻ the classical theory of employment, a formal model of Say's law. The classical model of employment as reconstructed by Keynesian consists of two components. First, aggregate production function. Second, labor supply and labor demand functions. Aggregate production function. The aggregate production function is central to the classical model as determines simultaneously the aggregate output and employment. The aggregate production function used in the reconstruction classical model can be expressed as y is equal to f into k constant L. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്നതാണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇതിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഇക്വേഷനാണ് y is equal to f into k constant L.
കെ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. വൈ ഈക്വൽ ടു അഗ്രിഗേറ്റ് റിയൽ ഔട്ട്പുട്ട്, കെ ഈക്വൽ ടു ക്യാപിറ്റൽ ആൻഡ് എൽ ഈക്വൽ ടു ലേബറുമാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ ഗ്രാഫാണ് വരുന്നത്. എക്സ് ആക്സിസ് സൂചിപ്പിക്കുന്ന ലേബറിനെയും വൈ ഇതിൽ റിയൽ ഔട്ട്പുട്ടാണ് ഉള്ളത്. ഇതിൽ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു വൈ ഈക്വൽ ടു എഫ് ഇൻറ്റു കെ കോൺസ്റ്റൻറ്റ് എൽ ആണ് നമ്മൾ പറഞ്ഞു. ഗ്രാഫ് പ്രസൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആണ് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ. ദെൻ the labor market, the labor supply and demand. Firm owners are the purchasers of labor. Demand for labor ആണ്. Assumptions: first, hold capital stock fixed. Second, labor market it's competitive. Third, firms maximize profit. Fourth, demand for labor. Present the marginal physical product of labor. Okay, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. Then supply of labor. Labor services are supplied by individual workers. Determining employment and output in the classical system is the labor supply curve. പിന്നെ ഇതിൽ വരുന്നത് അതിൻ്റെ ഒരു ഗ്രാഫാണ്. ലേബർ സപ്ലൈൻ്റെയും ലേബർ ഡിമാൻഡിൻ്റെയും ഗ്രാഫാണ് ഇതിൽ വരുന്നത്. ഓക്കെ. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് റിയൽ ഔട്ട്പുട്ട്. ഇതിൽ അതിൻ്റെ ഗ്രാഫാണ് ഇതിലുള്ളത്. രണ്ടും ജോയിൻ ആയിട്ടുള്ള ഗ്രാഫാണ്. എക്സ് ആക്സിസ് എംപ്ലോയ്മെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്, വൈ ആക്സിസ് റിയൽ വേജിനെയുമാണ്. ഇതിൽ പാനൽ എയും പാനൽ ബിയും ഉണ്ട്. അതിൽ പാനൽ എ എന്ന് പറയുന്നത് ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയമാണ്. പാനൽ ബി ഡിറ്റർമിനേഷൻ ഓഫ് റിയൽ ഔട്ട്പുട്ടുമാണ്. ഇതിൽ പറയുന്നത് ദി ഡിറ്റർമിനേഷൻ ഓഫ് ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം ഇസ് ഷോൺ ഇൻ ദി പാനൽ എ ലേബർ ഡിമാൻഡ് ലേബർ സപ്ലൈ. പാനൽ എ DL/SL കർവ്. ഓക്കെ. അത് സപ്ലൈ ഓഫ് ലേബറുമാണ് ഡിമാൻഡ് ഓഫ് ലേബറുമാണ് ഇതിൽ പറയുന്നത്. ഇൻ്റർസെക്ട് പോയിൻ്റ് ഈ ഇക്വിലിബ്രിയം വേജ് റേറ്റ് ഡിറ്റർമിനൻറ്റ് OWR. സപ്ലൈ ലേബർ ഈക്വൽ OL ദിസ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ദെൻ പാനൽ ബി ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഈസ് reproduced panel. The bottom of panel A. Full employment of labor OL at real wage EL OY national output. ഓക്കെ. ഇതിൽ പാനൽ എയും പാനൽ ബിയുമാണ് ഇതിൽ പറയുന്നത്. ഈ രണ്ട് ഗ്രാഫ് എന്ന് പറയുന്നത് ജോയിൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണ് ഇതിൽ ഉള്ളത്. ഇതിൽ എക്സ് ആക്സിസ് എംപ്ലോയ്മെൻറ്റിനെയും വൈ ആക്സിസ് റിയൽ വേജിനെയുമാണ് സൂചിപ്പിക്കുന്നത്. പാനൽ എ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയമാണ്. പാനൽ ബി എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് റിയൽ ഔട്ട്പുട്ടുമാണ്. ഓക്കെ. നമ്മൾ പറഞ്ഞത് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളുടെ വ്യൂവിൽ എങ്ങനെയാണ് എക്കോണമിയിൽ ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നാണ് ഇതിൽ പറഞ്ഞത്. പിന്നെ ഇതിൽ വരുന്ന ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ. താങ്ക് യു.